ഹായ്. ഡ്രൈവർ, മമ്മിയും ഡാഡിയും വന്നില്ലല്ലോ? ഇല്ല സാർ, കൈയോടെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞയച്ചിരിക്കുക. ഓക്കെ, നാളെ മുതൽ സമ്മർ ഹോളിഡേസ് തുടങ്ങുന്നു. എന്റെ ഫ്രണ്ട്സ് എല്ലാം നാളെ എസ്റ്റേറ്റിൽ വരുന്നുണ്ട്. ഞാൻ തന്നെയാ വരാൻ പറഞ്ഞത്. എല്ലാം അറേഞ്ച് ചെയ്യണം. വേഗമായിട്ട് പോയേക്കാം. ഓക്കെ. സ്വാമി, ഏയ് സ്വാമി, ഇതാണ് നാഗർകോവിൽ എസ്റ്റേറ്റ്. അണിച്ചോട്ടെ. ഏയ് നേരമാവുന്നു, ഇറങ്ങിയോ? താങ്ക് യു ഡ്രൈവർ, താങ്ക് യു. റൈറ്റ്. എന്തൊരവതാരവ! ആനന്തരകിലെങ്ങാനും കുത്തിയിരിക്കേണ്ട ഈ ഗണപതി
നമ്മുടെ നാഗരഹോള എസ്റ്റേറ്റ് എങ്ങനെ വന്നു? മൈസൂർ സൂലെങ്ങാനും കിടക്കണ്ട കുറങ്ങാൻ ഈ ഗേറ്റിൽ എങ്ങനെ വന്ന്? അനുവാദമില്ലാതെ അകത്ത് കിടക്കാനൊക്കില്ല. താനാരാ? ഞാൻ ആരാണെന്ന് ചോദിച്ചാല് എന്റെ കൈ തോക്കൊണ്ട് അധിക പ്രസംഗം പറഞ്ഞ ഷൂട്ട് ചെയ്ത് ചാമ്പലാക്കും. ഏയ് പോകുന്നോ മര്യാദയ്ക്ക്? എന്നെ ഇറക്കി വിടടാ, എന്നെ ഇറക്കി വിടടാ, ഇറക്കിടാ. And I love you, Idli, I love you, Idli, I love you. Let's play the game of Amma. I love you, Idli, I love you. I love you, Idli, I love you. Let's play the game of Amma. Juice. You big thief! Who are you? Who are you? ഫൈറ്റിൽ വരണോ? You are fighting with me? Yes. You are making war? Yes. ഹിറ്റ്ലർ വന്നിട്ടും ഇറങ്ങട വെളിയിൽ നിന്ന് ഒറ്റയിട്ടവനോ ഞാൻ? Come on! Yes, come in. Come on! Yes, come Come on! Come on! Bruce. Hi, Vikram. Hello, Damu. ഈ രാജ്യം ഉന്നം വെച്ചാൽ ഓഹോ അത് ചുമ്മാതെയാ. തോക്ക് കയ്യിൽ കൊടുത്താൽ നമ്മുടെ ബേബി ഓടി ഉടയ്ക്കുമല്ലോ. മോളെ മമ്മി, ഡാഡി, ബേബി. നമസ്കാരം. പ്രയാസമൊന്നും ഉണ്ടായില്ലല്ലോ വരാൻ? ഇല്ല. ഗുഡ്. ഡാഡി, മമ്മി, അർജുൻ, ദാമു, ജെയിംസ്, കിക്കി, നാൻസി, ഇന്ദിര. ഹലോ. വെരി ഗുഡ്. ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ, എനിക്ക് സന്തോഷമായി. താങ്ക് യു, സാർ. സാർ ഇദ്ദേഹം ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഇതാണ് മിസ്റ്റർ ജോൺസൺ. ഹലോ. എന്റെ ബോഡി ഗാർഡ്. ഈ എസ്റ്റേറ്റ് ചുറ്റി കാടാണ്. ഏത് നേരത്ത് എന്ത് നടക്കുമെന്ന് അറിയില്ല. കക്കാനും വഴക്കുണ്ടാക്കാനും ധാരാളം ആളുകളുണ്ട്. നമ്മുടെ ബട്ട്ലർ പിക്നിക്കിനുള്ളതെല്ലാം തയ്യാറാക്കിയും തോന്നുന്നല്ലോ. എല്ലാവരും അർജുൻ, ലെറ്റർ അയക്കാൻ മറക്കരുത് കേട്ടോ. എനിക്ക് അയക്കണം. വാടാ വേഗം. ബ്രൂസ്. വരട്ടെ. വീട്ടിൽ പോയിട്ട് പിന്നെ വരാം. ഓ, വീട്ടിൽ പോയിട്ട് പിന്നെ വരുവാണോ? ആ, വരുന്നതിന് മുമ്പ് ഒരു ടെലഗ്രാം അടിക്കണേ. ഓ യെസ്. ഇവൻ വരുന്നതിന് മുമ്പേ എനിക്ക് ലീവ് എടുത്ത് പോകണം. ഒരു നേരത്തെ 50 ഇഡ്ഡലി,
50 വട, 5 ബക്കറ്റ് സാമ്പാർ. അപ്പ ഇമ്പോർട്ടഡ് മാൻ. ഫോട്ടോ ഒക്കെ അയച്ചു തരണേ. ഷുവർ. നിങ്ങൾ സത്യമായിട്ടും ബ്രദറിന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ബേബിക്ക് ഹാപ്പി ബർത്ത്ഡേ എങ്കിലും പറഞ്ഞിട്ട് പോകണം. നിങ്ങൾ എന്റെയും ഫ്രണ്ട്സ് അല്ല, ബ്രദറിന്റെയും ഫ്രണ്ട്സ് അല്ല, അല്ലേ ബേബി? ഇതാ താക്കോൽ, പോയിട്ട് വരൂ. ബൈ ബൈ. അർജുന, വീട്ടിൽ വഴക്ക് പറഞ്ഞാലും സാരമില്ല, നാളെ മതി യാത്ര. നോ ഒബ്ജെക്ഷൻ. 1 second. ഹെഡോ ടൈലോ? ഹെഡ്. 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 വന്നു ചാൻസ്. ഇഡ്ലി വട സാമ്പാർ ബംബാഷ്. ഓൾറൈറ്റ് ബേബി, ഞങ്ങളെല്ലാം നിനക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. എന്താ? ഞാനും ബേബിയും ജയിച്ചു. താങ്ക് യു. ഞാൻ ലണ്ടനിലുള്ള കാലത്ത് ക്യൂൻ എലിസബത്തിന്റെ ബർത്ത്ഡേക്ക് പോയിരുന്നു. അവിടെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് കാണിച്ചു. അതിന്റെ സാമ്പിൾ ഇന്ന് നമ്മുടെ ബേബിയുടെ ബർത്ത്ഡേ ദിവസം കാണിക്കട്ടെ. നിങ്ങളെല്ലാം സന്തോഷപ്പെടണമല്ലോ. ഐ വാണ്ട് ഓൺ പാർട്ട്ണർ. ഹലോ കിങ് കോങ്, കം ഓൺ. Yes. Your dear old friend, Belvir Gupta. Mr. Rajan, നീ ഇന്ന് വലിയ സമ്പന്നനാണെന്ന് ഞാൻ അറിയാനിടവന്നു. സുന്ദരിയായ ഭാര്യ, മുത്തായ മക്കള്, വലിയ ബംഗ്ലാവ്, വിശാലമായ എസ്റ്റേറ്റ്, എല്ലാം വെച്ചുകൊണ്ട് ആനന്ദമായി കഴിയുന്നെന്ന് അറിയാൻ കഴിഞ്ഞു. ശരിയല്ലേ? അങ്ങനെ നിന്നെയും കണ്ട് നിനക്കും നിന്റെ കുടുംബത്തിനും ശുഭാശംസ അറിയിച്ചു പോകാനാണ് വന്നത്. ഇന്നാണ് നിന്റെ മകളുടെ ബർത്ത്ഡേ എന്ന നല്ല ന്യൂസും അറിഞ്ഞിട്ടാ വന്നത്. ഹായ് ബേബി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓ ബേബി. എത്ര കാലമായി തമ്മിൽ കണ്ടിട്ട്? 10 വർഷങ്ങൾ. 10 long years. Meet my wife Triveni, Mr. Gupta. No, Belvir Gupta. Namaste. എന്റെ ബാല്യ സ്നേഹിതൻ. ചിൽഡ്രൻ, യു എൻജോയ് ദി പാർട്ടി. ഓക്കെ ഡാഡി. എന്റെ പഴയ സ്നേഹിതനാണ് വന്നിരിക്കുന്നത്. സ്വല്പം കഴിഞ്ഞു വരാം. മിസ്റ്റർ ഗുപ്ത, പ്ലീസ് കം. Right. Come on. അഗ്നിപർവ്വതത്തിന്റെ വായിൽ ഐസ് ഇട്ടതുകൊണ്ട് അതിന്റെ ഉൾഭാഗത്തുള്ള ഉരുകിയ ലാവയ്ക്ക് തണുത്തുറയാൻ കഴിയില്ല ദോസ്. Cheers. ദയവായി ക്ഷമിക്കൂ ഗുപ്ത. ആ സന്ദർഭത്തിൽ ഞാനും
ദുരാശയ്ക്ക് അടിമയായിപ്പോയി. ആ കാര്യം മറന്നുകളെ പ്ലീസ്. Don't worry. Don't you worry at all. ഞാനൊരു പക്ക ബിസിനസ്മാനാ. വെണ്ണയുരുക്കി നെയ്യാക്കുന്നത്ര എളുപ്പത്തിൽ സെറ്റിൽമെന്റ് ഉണ്ടാക്കാം. എന്നെപ്പറ്റി നിനക്കറിയാമല്ലോ ദോസ്ത്. ഒറ്റയടിക്ക് കഴുത്ത് കണ്ടിച്ച് നിന്നെ അങ്ങ് കൊല്ലുകയും ചെയ്യാം. പൂച്ച എലിക്കുഞ്ഞിനോട് കളിക്കുന്നതായി നടിച്ചുകൊണ്ട് അതിനെ കൊന്നു തിന്നുന്ന കണക്ക് തിന്ന് അയവിറക്കുകയും ചെയ്യാം. ഡോണ്ട് വറി. ഡോണ്ട് യു വറി അറ്റ് ഓൾ. പ്ലീസ് ഗുപ്ത, ഇന്നീ നേരത്തെ എന്റെ അടുക്കൽ എന്ത് സ്വത്തുണ്ടോ അതെല്ലാം നിന്റെയാണ്. എന്നെ ചിത്രവധം ചെയ്യാൻ പാടില്ല. ഇക്കാര്യം എന്റെ വൈഫും കുഞ്ഞുങ്ങളും അറിയാനും പാടില്ല. പ്ലീസ്. തമ്പേറടിച്ച് ഞെളിയുന്നത് എനിക്കും ഇഷ്ടമല്ല ദോസ്ത്. ഡോണ്ട് വറി. ഡോണ്ട് യു വറി അറ്റ് ഓൾ. മിസ്റ്റർ ബ്രൂസ്. Yes. Yes, miss. ഒരു കർച്ചീഫ് കൊണ്ട് എന്റെ കണ്ണ് കെട്ടു. Ah, sure. Why not? Okay. 1, 2. Ready, miss. ഈ ബോട്ടിൽ പിടിക്കൂ. Oh, thank you, miss. അത് തലയിൽ വെച്ചുകൊണ്ട് കുറച്ച് മാറി നിൽക്കൂ. Oh, Lord Jesus, save my life. താങ്ക് യു. വാട്ട് മീൻസ് ബ്ലാക്ക് ബെൽറ്റ്? ആഫ്റ്റർ ഓൾ ഒരു ബാണം വന്ന് കാലടിയിൽ വീണ് കണ്ട് ഇത്ര നേരം പേടിച്ചിട്ടുണ്ട് പോയല്ലോ. അത് നോക്കൂ, അത് 100 rupees പന്തം വെച്ചിട്ടുണ്ട്. ഞാനും നീയും ഇപ്പോൾ ഫൈറ്റ് ചെയ്യണം. ഞാൻ ജയിച്ചാൽ എനിക്ക്, നീ ജയിച്ചാൽ നിനക്ക്. ഓക്കെ? അഗ്രീഡ്? Agreed.
ഡാഡി, മഞ്ജും ബേബി എവിടെ? കാണുന്നില്ലല്ലോ. റൂമിലെങ്ങും ഇല്ലേ വിക്രം? ഇനി ബംഗ്ലാവിൽ എങ്ങും നോക്കാനില്ല, എങ്ങും കാണുന്നില്ല. മഞ്ജു, ബേബി. മഞ്ജു, ബേബി. മഞ്ജു, ബേബി. മഞ്ജു, ബേബി. സർ, ഐ എം കമ്മിങ് സർ. ബ്രൂസ്, മഞ്ജുവും ബേബി ഇങ്ങോട്ട് വന്നിരുന്നോ? ഇവിടെ വന്നില്ലല്ലോ സർ. ചിൽഡ്രൻ, എങ്ങും കാണുന്നില്ല ഡാഡി. മൈ ഗോഡ്. ഗുർക്ക, മഞ്ജു ബേബി ഇവിടെ വന്നിരുന്നോ? മഞ്ജും ബേബി ഇങ്ങോട്ട് വന്നില്ലല്ലോ സാർ. ഹലോ, ബൽവീർ ഗുപ്ത. കരയാതെ ബേബി. മമ്മി ഇപ്പം വരും. വെരി വെരി ബാഡ് മോർണിംഗ് ഫ്രണ്ട്സ്. കരയാതെ മോളെ. അപകടമൊന്നുമില്ല. മമ്മി ഇപ്പം വരും. നിന്റെ മക്കള് എന്റെ അടുക്കലുണ്ട്. കരയാതെ ബേബി. കരയാതെ മോളെ. മമ്മി ഇപ്പം വരും. Now to business, Mr. Rajan. നിനക്ക് വീണ്ടും നിന്റെ മക്കളുടെ മുഖം കാണണമെന്നുള്ള ആശയുണ്ടെങ്കിൽ നാളെ പകല് 11:30 കറക്റ്റായി 5 ലക്ഷം രൂപ ക്യാഷ് എടുത്തോണ്ട് നിറയെ മൈതാനത്തിൽ വന്നുകൊള്ളു. നീ ഒരുത്തിരി വരാവുള്ളൂ. നോ ട്രിക്സ്, നോ പോലീസ്. പോലീസിനെ അറിയിച്ചാൽ മക്കളെ നിനക്ക് കിട്ടുകയില്ല. അവരുടെ ചീഞ്ഞളിഞ്ഞ ശരീരം കിട്ടിയേക്കും. ഓക്കേ? ഐ അഗ്രീഡ് ഗുപ്ത. ഓക്കെ, ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അതുവരേക്കും എന്റെ മക്കളെ. നിന്റെ മക്കളല്ലേ? ഓഫ് കോഴ്സ്, ഞാൻ ഭംഗിയായി നോക്കുകയില്ലേ? ജയിലിനകത്ത് പോലീസുകാർ അന്ന് എന്നെ എത്ര സുഖമായി നോക്കിയിരുന്നോ അത്രയും സുഖമായി ഞാനും പിള്ളേരെ നോക്കും. ഹലോ, 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 ഹലോ. കാര്യം പറയാത്ത എന്താ? എന്തായിരുന്നു? എന്താ? ത്രിവേണി, സമാധാനമായിരിക്കൂ. നിനക്ക് എത്ര വേദനയുണ്ടോ എനിക്കും അത്രയും വേദനയില്ലേ. നാളെ മധ്യാഹ്നം വരെ സാവകാശം തരും. നമ്മുടെ മക്കൾ വന്നു തരുന്നതാണ്. നാളെ വരെയും കാത്തിരിക്കണമെന്നോ? പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുമെങ്കിൽ ഞാൻ തന്നെ പോലീസിനെ വിളിക്കാം. ത്രിവേണി, ത്രിവേണി, വേണ്ട. പോലീസ് ഇതറിഞ്ഞാൽ നമ്മുടെ മക്കളെ കാണാൻ കൂടെ പറ്റില്ല. ഓ ത്രിവേണി, ഇങ്ങനെ കരഞ്ഞ് എന്റെ ധൈര്യം കളയാൻ പാടില്ല. നാളെ നമ്മുടെ മക്കൾ വീട്ടിൽ വരില്ലേ? എക്സ്ക്യൂസ് മീ ഞങ്ങൾ ഇന്നലെ രാത്രി പാർട്ടിക്ക് വന്ന ആ ഓൾഡ് ഫ്രണ്ട് ഗുപ്ത ആരാണ്? അവനും മഞ്ജുവും ബേബിയും ഒരുമിച്ച് കാണാതായതിന്റെ കാരണം എന്താണെങ്കിൽ? നോക്ക്, നിങ്ങൾ പിള്ളേരാണ്, ഇങ്ങനെ പറയാൻ പാടില്ല. സ്വർണ്ണം ഒരുക്കുന്ന മൂശയ്ക്കടുത്ത് പൂച്ചക്കുട്ടികൾ വാതിറക്കാൻ പാടില്ല. അന്നെന്താ നടന്നെന്ന് വിശദമായിട്ട് പറയുമെങ്കിൽ. ഞങ്ങളാരും പൂച്ചക്കുട്ടികളല്ല, സിംഹക്കുട്ടികളാണെന്ന് ഇന്നലെ അങ്കിളല്ലേ പറഞ്ഞത്. Shut up, get out. അവരുടെ വീടുകളിൽ അമ്മയും അച്ഛനും കാത്തിരിക്കാവൂ. എല്ലാരും പോണം. ഓൾ റൈറ്റ്, താങ്ക് യു സർ. മമ്മി, മമ്മി.
ഇനി ഒരു ഹെലികോപ്റ്റർ വേഗം വന്നോളൂ. Come on. Start. Hello. Hello. How are you, Mr. Gupta? Fine. Thank you. You want all these pieces? We take all. Is it? Ready. Pack it. You go ahead with this packet. I have some urgent work. See you later. Oh, you carry on. We must be very careful, gentlemen. Fine. മുയൽ കുട്ടികളെ കരയെ ഇനിയും ഉറക്കെ കരയെ. നിങ്ങളിവിടെ കരയുന്നത് അങ്ങ് നിന്റെ അപ്പന്റെ കാതിൽ വീഴണം. കരയെ, ഉറക്കെ കരയെ. എന്റെ പപ്പ എന്ത് ചെയ്തിട്ടാ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിന്റെ അപ്പൻ എന്നെ പറ്റിച്ചതിന് പ്രത്യുപകാരമാടി. എന്നെയും ബേബി ഇനി വീട്ടിലേക്ക് അയക്കില്ലേ? രണ്ടുപേരെയും കഷണിച്ച് ഉപ്പിട്ട് പാർസലാക്കി പറഞ്ഞയക്കും. ചിത്തമ്മാടി, ഞങ്ങളെങ്ങാനും കൊല്ലുകയാണെങ്കിൽ നിങ്ങൾ തൂക്കിലിടും. തൂക്കിലിടുമല്ലേ? ഹരിറാം, എടുക്ക ഈ ചമ്മട്ടി. ജോ, പോയി എന്റെ ക്യാമറ എടുത്തോണ്ട് വാ. കമ്പിയറ് തോടിക്കളയാനത് കിളിക്കൂടല്ല, ഇരുമ്പഴികളുള്ള മൃത്യുവഞ്ചനമാണ്. ഹരിറാം, കഴി. എന്നെ വേണമെങ്കിൽ അടിച്ചോളൂ. എന്റെ ബേബി ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. ഇതകത്തോണ്ട് വെച്ചേക്കാം. കരയാതെ മോളെ, നിന്നെ ഒന്നും ചെയ്യുകയില്ല. ഞാനല്ലേ അടുത്തുള്ളത്. നോക്കൂ, നമ്മുടെ സർവസ്വം അർപ്പിച്ചാലും സാരമില്ല. എന്റെ മക്കളെ കൊണ്ടുവന്നാൽ മതി. അയ്യോ പെരുക്കി, നിന്റെ മക്കൾ എന്റെ മക്കളല്ലതാകുമോ?
റെഡിയല്ലേ ഫ്രണ്ട്? ഫസ്റ്റ് എന്റെ മക്കൾ, ഫസ്റ്റ് എന്റെ ക്യാഷ്. ഫുൾ ക്യാഷ് അല്ലേ ഞാൻ ചോദിച്ചത്? സോറി ഫ്രണ്ട്, നീ ചോദിച്ച 5 ലക്ഷം ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതിന് എന്റെ അടുത്തുള്ള സ്വർണമെല്ലാം തരികയാണ്. മക്കൾ എന്തി? നിന്റെ മുത്തായ മക്കള് എന്റെ പാതാളത്തിൽ സുഖമായിരിക്കുന്നതിന്റെ സാക്ഷ്യം. പറ്റിച്ചു. പറ്റിച്ചവനെ പറ്റിച്ചു. ഇത് ഞാൻ അന്ന് നിനക്ക് തന്ന കാശിന്റെ പലിശ. ഇന്നുവരെ അതുകൊണ്ട് നീ ഉണ്ടാക്കിയ ലാഭം, ഞാൻ ജയിലിനകത്ത് 8 വർഷം അനുഭവിച്ച യാതനയ്ക്കുള്ള പ്രതിഫലം ഇത്രയും വന്നു ചേരാനുണ്ട്. നിന്റെ മകള് എത്ര സുഖമായിരിക്കുന്നു എന്ന് ഈ ഫോട്ടോയുടെ കീഴെ എഴുതിയിട്ടുണ്ട്. നിന്റെ കെട്ടിയോളെ അടുത്തിരുത്തി നന്നായി വായിക്കൂ. ഇനി ഒരാഴ്ച സാവകാശം. 20 ലക്ഷം രൂപ ഇതേ സ്ഥലത്ത് ഇതേ നേരത്ത് കൊണ്ടുവന്നേ പറ്റൂ. നിന്റെ കുഞ്ഞുങ്ങളെ കൊന്ന് ശരീരം പാർസലായി അയക്കുന്ന കീചകനായി എന്നെ മാറ്റാൻ പാടില്ല. ഗുപ്ത, പ്ലീസ്. ഗുപ്ത, എന്റെ അടുക്കൽ അത്രയും കാശില്ല. പ്ലീസ്, എനിക്കിനി ഒറ്റ കാശുണ്ടാക്കാൻ കഴിയൂല. ഒറ്റ കാശുമില്ലേ? ബംഗ്ലാവിരിക്കുന്ന എസ്റ്റേറ്റ് ഇല്ലേ? സുന്ദരിയായ കെട്ടിയോളില്ലേ? രണ്ടിലൊന്ന് വിറ്റ് കാശ് കൊണ്ടുവാ. നീയെ വീധി വീതിയായി പിച്ച തെണ്ടുന്നത് കണ്ണു നിറയെ എനിക്ക് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. 1 week, only 1 week. Goodbye. അർജുൻ, ഹെലികോപ്റ്റർ കാടിന്റെ കിഴക്ക് നിന്നാ വന്നത്. അന്നേരത്തേക്ക് പോവുകയും ചെയ്തു.
എന്താ മിണ്ടാത്തത്? മക്കൾ എന്തിയേ പറയാനേ? ത്രിവേണി, ആ പാപി കാശുണ്ടാക്കാൻ വേണ്ടി എന്റെ മക്കളെയും കൊണ്ടുപോയി. എന്റെ പേരിലുള്ള ദേഷ്യം തീർക്കാനാണ് ഇങ്ങനെ ചെയ്തത്. അവനെന്തിനാ നിങ്ങളുടെ പേരിൽ ദേഷ്യം? പൊന്നു മക്കൾ പിഴ എന്താ ചെയ്തത്? അവൻ നിങ്ങളുടെ എന്താ ബന്ധം? എന്താണെന്ന്? അതിതാണ് ത്രിവേണി, ഇത്രയും നാൾ ആരെയും അറിയിക്കാതെ ഹൃദയത്തിൽ മൂടിവെച്ച് രാത്രിയും പകലും യാതന അനുഭവിച്ചിരുന്നു. ഇന്ന് എന്റെ മക്കളെ പ്രാണന് ഞാൻ തന്നെ അന്തകനായിരിക്കുകയാണ്. ഇനിയും ആ രഹസ്യം മറച്ചിട്ട് പ്രയോജനമില്ല. 10 വർഷങ്ങൾക്ക് മുമ്പ് ഗുപ്ത ബാങ്കിൽ മാനേജരായിരുന്നു. ഞാനും അവനും ഒരേ കോളേജിൽ പഠിച്ചവരാണ്. ഞങ്ങൾ ഇരുവരും സ്നേഹിതരായിരുന്ന കാലത്ത് നാളെ ശനിയാഴ്ച ഹോഴ്സ് റേസിന് ഇൻഫർമേഷൻ കിട്ടിയ ഒരാൾ ടിപ്പ് വന്നിട്ടുണ്ട്. ജയഭാരതി ഫ്ലൂക്കായി ജയിക്കുമെന്ന്. ജയിച്ചുവെങ്കിൽ 1-ന് 5 മടങ്ങ് കിട്ടും. ചൂതാട്ടത്തിൽ എനിക്ക് വിശ്വാസമില്ല ഗുപ്ത. ജീവിതത്തിൽ വിശ്വാസമില്ലാത്തവന് മുന്നേറാൻ സാധിക്കില്ല. നാളെ നീ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യൂ. ജോലിയില്ലാത്ത നിനക്കും നല്ലൊരു സമ്പാദ്യം, ഞാനും മറ്റൊരുവന്റെ കയ്യിൽ കാശ് കൊടുത്ത് ഏൽപ്പിക്കുകയും വേണ്ട. ഒറ്റയടിക്ക് 10 ലക്ഷം കയ്യിൽ വന്നെന്ന് വെക്കൂ. നിനക്ക് 5% കമ്മീഷൻ. ഇനി എന്ത് വേണം? നാളെ ശനിയാഴ്ച ബാങ്ക് 1:30 ക്ലോസ്. സ്റ്റാഫ് എല്ലാം 2-നുള്ളിൽ ഒഴിഞ്ഞുകൊള്ളും. നീ കറക്റ്റായി 3 അടിച്ചു കഴിഞ്ഞാൽ ബാങ്കിലേക്ക് വാ. ഞാൻ കാശ് കൊണ്ടുവരാം. തരുന്നതും കൊണ്ട് നേരെ റേസ് കോഴ്സിൽ പോയി അവസാന റേസിൽ ജയഭാരതി കുതിരമേൽ ബെറ്റ് വെക്ക്. അടുത്ത ദിവസം ബാങ്ക് ഓപ്പൺ ആയാൽ എടുത്ത കാശ് തിരിച്ചു വെച്ചാൽ ശരി. ബെറ്റ് ചെയ്യാൻ 2 ലക്ഷം. റേസ് കോഴ്സ് കമ്മീഷനും ഇതിലുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് നിന്നെ മാത്രമാ. പ്ലീസ് ബി കെയർഫുൾ മിസ്റ്റർ രാജൻ. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ സാധിച്ചു തരും ഗുപ്ത. ഡോണ്ട് വറി. ആ സമയത്ത് ഞാനും നീയും തമ്മിൽ അടുത്തു കഴിഞ്ഞിരുന്നു. സമ്പത്തില്ലാത്ത എന്നെ നീ സ്വീകരിക്കുമെന്ന് ഞാനന്ന് കരുതിയിരുന്നില്ല. നിന്റെ കൈ പിടിക്കുന്നതിനായി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിരുന്ന സമയത്താണ് ഈ അവസരം പെട്ടെന്ന് വന്നത്. തെറ്റും ശരിയും ഓർക്കുന്ന മനോനില അന്ന് എനിക്കില്ല. എന്റെ മനസ്സെപ്പോഴും ത്രിവേണി ത്രിവേണി എന്ന് നിരന്തരം മന്ത്രിക്കുകയായിരുന്നു. എങ്കിൽ എന്റെ കൈ പിടിക്കുന്നതിന് വേണ്ടി ആത്മസമത്തിന് ചതിച്ചു എന്ന് പറയുന്നത്? അതെ ത്രിവേണി, ഞാനൊരു അബദ്ധം ചെയ്തു പോയി. അന്ന് അവിടുന്ന് ചെയ്ത തെറ്റിന് ഇന്ന് നമ്മുടെ മക്കളെയാണല്ലോ ബലി കൊടുക്കേണ്ടി വന്നത്. നോക്കൂ, ഞാൻ ജീവനോടെ വാഴണമെന്നുള്ള ആശ അങ്ങേക്കുണ്ടെങ്കിൽ എന്റെ മക്കളെ തിരിച്ചു കൊണ്ടുവരൂ. ഇല്ലെങ്കിൽ
കളയൂ. ത്രിവേണി, എന്താണ് ഇപ്പോൾ ചെയ്യുക? ഈ വീട്, എസ്റ്റേറ്റ് എല്ലാം വിറ്റാലും അവന് കൊടുക്കാനുള്ള തികയുമില്ല. ഡാഡി, എന്നെയും കൊണ്ട് അവന് കൊടുത്താൽ മതി. അങ്ങേ ഡാഡിന്ന് വിളിക്കാൻ തന്നെ എനിക്ക് നാണമാകുന്നു. വിക്രം, ഹൈസ്കൂളിലും കോളേജിലും അധ്യാപകർ പറഞ്ഞു തന്നിട്ടുള്ള പാഠം ഇതാണോ സാർ? സാറ് അത്രേ സാറ്. പഠിച്ചവനായിട്ടും ഇത്തരം നാരത്തരം കാണിക്കാൻ ഈ മനുഷ്യന് നാണമായില്ല. ആരോ മടിയനായിക്കോട്ടെ എന്ന് കയ്യിൽ കിട്ടിയ കാശും കൊണ്ട് കമ്പി നീട്ടി വന്നു അല്ലേ? അതുകൊണ്ടാണ് അങ്ങ് പിള്ളേരോട് പറഞ്ഞത് സ്വർണ്ണം ഒരുക്കുന്ന മൂശിക്കെടുത്ത് പൂച്ചക്കുട്ടികൾ വായ തീർക്കാൻ പാടുന്നു. അങ്ങ് മനുഷ്യന്റെ മുഖം വരച്ചു വെച്ച കുറുമർ തന്നെ അന്ന് തെളിഞ്ഞു. മഞ്ജുവിനെ ബേബിയും കട്ടുകൊണ്ടുപോയ കള്ളനും ഡാഡിക്കും യാതൊരു വ്യത്യാസവുമില്ല. ഈ മഹാനായ അച്ഛൻ ചെയ്ത കുറ്റത്തിന് സാധുപ്പിള്ളയെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. പിഞ്ചു പൈതങ്ങളെ ബലി കൊടുത്ത സാറേ, സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കാനുള്ള ധൈര്യമുണ്ടോ സാറിന്? I am very, very sorry. I am very, very sorry. സാർ, ആ കള്ളൻ മഞ്ജുവിനും ബേബി എവിടെയാണ് കൊണ്ടുപോയതെന്ന് ദയവായി പറഞ്ഞു തരും. No! No children! ഞാൻ അന്ന് ചെയ്ത അബദ്ധത്തിന് ഞാനോ എന്റെ ആളുകളോ ശിക്ഷ അനുഭവിച്ചാൽ മതി. ഈ നരകയാതനയിൽ നിങ്ങൾക്ക് പങ്കുവേണ്ട. ഇനി മറ്റു ചിലർക്കും കൂടി ഈ സങ്കടം കൊടുക്കാൻ എനിക്കിഷ്ടമില്ല. ഈ ക്ഷണം തന്നെ ഈ സ്ഥലം വിട്ടു. I say all of you, get out. ഓക്കെ. മഞ്ജുവും ബേബിയും മരിച്ചിട്ടില്ലെന്ന് തീർച്ചയുണ്ടോ? പെറ്റവന്റെ സങ്കടം നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയും? ത്രിവേണി, please leave me alone. ഫ്രണ്ട്സ്, നമ്മുടെ മഞ്ജുവിന്റെ അടുത്ത് നിന്ന് എന്റെ ഡാഡിക്ക് വന്ന ലെറ്ററിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയോ? ലെറ്റർ? ആ, ഫോട്ടോയുടെ കൂടെ വന്നതാണ്. ഡാഡി ചെയ്ത കുറ്റത്തിന് ഈ മനുഷ്യൻ ഞങ്ങളെ കട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്നെയും ബേബിയെയും കൂട്ടി വെച്ചിരിക്കുക. കുടിക്കാൻ വെള്ളം തരില്ല. ബേബി സദാ മമ്മീന്ന് കരയുകയാ. വേഗം വന്ന് പിടിച്ചുകൊണ്ട് പോണേ ഡാഡി, ഇല്ലെങ്കിൽ രണ്ടുപേരെയും തല്ലിക്കൊല്ലുമെന്ന്. എന്നിട്ട് അയാൾ എന്റെ ബേബിയെ അടിച്ച് തോലിരിച്ചു. രക്തമൊഴുകുന്നുണ്ട്. വേഗം വരണേ. 6ാം ക്ലാസ്സിലെ ചരിത്ര പുസ്തകം ഉണ്ടെങ്കിൽ എടുക്ക. ജെയിംസ്. ആ, ഇത് തന്നെ. കറക്റ്റ്. കവളദുർഗ ജില്ലയ്ക്കടുത്തുള്ള ഒരു പഴയ കോട്ട. ഇതിനെ ചുറ്റി വളരെ ദൂരം ഘോര വനങ്ങളാണ്. കണ്ടിന്യൂ. ഈ കോട്ടയിൽ കടക്കുവാൻ യാതൊരു മാർഗവുമില്ല. പണ്ടുകാലത്ത് സാഹസിയായ ബ്രിട്ടീഷ് ചരിത്രകാരൻ ഒരാൾ വളരെ ത്യാഗം സഹിച്ച് ഈ കോട്ടയിൽ പ്രവേശിച്ച് ഇതിലുള്ള അമൂല്യ ശില്പ ചിത്രകലകളെപ്പറ്റി തെളിവ് സഹിതം എഴുതിയിട്ടുണ്ട്. അതിനുശേഷം മറ്റാരും അങ്ങോട്ട് കടന്നില്ല. ക്രിസ്തു വർഷം 1636 നിന്ന് 1683 വരെ ഈ പ്രദേശം അടക്കി വാണിരുന്ന നരേന്ദ്രദേവൻ എന്ന രാജാവ് തന്റെ അമൂല്യ ഐശ്വര്യമെല്ലാം മറച്ചുവെക്കാനാണ് ഈ കോട്ട കെട്ടിയിട്ടുള്ളത് എന്നൊരു കെട്ടുകഥയും പ്രചാരത്തിലുണ്ട്. ഈ പഴയ കോട്ട ജില്ലയിലെ മുഖ്യ പട്ടണമായ ചന്ദ്രഗിരിക്ക് നേരെ പശ്ചിമ ദിക്കിലാണ്. ഫ്രണ്ട്സ്, ഇതിലുള്ള രാജാ നരേന്ദ്രദേവന്റെ ഫോട്ടോയും ഈ പോസ്റ്റ് കാർഡിലുള്ള ആളിന്റെ ഫോട്ടോയും
നേരത്തെ പറഞ്ഞതാ, നാം പോകുന്ന യുദ്ധത്തിനാ. നാം ഒരു ആർമിയാണ്. ആർമി എന്ന് വന്നാൽ ഒരു ജനറൽ വേണം, അതിനൊരു പേര് വേണം, ഒരു പതാക വേണം. നാം ഇങ്ങനെ സമയം കളയാൻ പറ്റില്ല. നടക്കൂ ജെയിംസ്. നോ, ഇതിൽ ടോസ് ഇട്ട് കളയാം. ഹെഡോ ടൈലോ? ഓക്കെ, ടെയിൽ. ഹെഡ്. ക്യാരി ഓൺ. ഇനി നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിച്ചേ പറ്റൂ. എന്റെ ഫാദർ ആർമിയിൽ ഒരു വലിയ ജനറൽ ആയിരുന്നു. ദേശത്തിന് വേണ്ടി സ്വന്തം പ്രാണം കൊടുത്തയാൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർമി എന്നാൽ എന്താ ഏത് എന്നെല്ലാം അറിയാൻ ഇടയായിട്ടുണ്ട്. കറക്റ്റ്. നമുക്ക് ലീഡർ വേണേ വേണം. നമുക്കെല്ലാം അർജുൻ ലീഡർ ആവണം. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഇഷ്ടം നടക്കട്ടെ. ജെയിംസ്, പതാക നീ തന്നെ ഉണ്ടാക്കുക. യെസ് സർ. നിര കർച്ചീഫ് തരൂ. വിക്രം, ആ സ്റ്റിക്കർ എടുത്ത് തരൂ. വൈരികളെ ദ്രോഹികളെ നേരിടാൻ ഒന്നായി ചേർന്നു. ഉള്ളിനെ കല്ലിനെ അലറാക്കി, അല്ലിനെതിരിൽ നിന്നടരാടി. മുകിലണി മിന്നൽ കണ്ണുകളായി ഇടിയുടെ ഗർജനം നമ്മളിലായി. ഉള്ളിനെ കല്ലിനെ അലറാക്കി, അല്ലിനെതിരിൽ നിന്നടരാടി. മുകിലണി മിന്നൽ കണ്ണുകളായി ഇടിയുടെ ഗർജനം നമ്മളിലായി. പർവ്വതം തോറും ആരവമോടെ, പർവ്വതം തോറും ആരവമോടെ ഒഴുകുക ശക്തികളൊന്നായി. ധർമ്മസമരസേന, നമ്മൾ ധർമ്മസമരസേന. ധൈര്യത്തിൻ ദേവത നമുക്കെല്ലാം, സാഹസ ജീവികൾ നാമെല്ലാം. ന്യായങ്ങൾ ഒരിടത്തും തോൽക്കില്ല, ധർമ്മത്തിൻ ശിരസോ താഴില്ല. ധൈര്യത്തിൻ ദേവത നമുക്കെല്ലാം, സാഹസ ജീവികൾ നാമെല്ലാം. ന്യായങ്ങൾ ഒരിടത്തും തോൽക്കില്ല, ധർമ്മത്തിൻ ശിരസോ താഴില്ല. ഇടിയൊലി കൊണ്ട് നടന്നിടം ഭൂമി, ഇഴയൊലി കൊണ്ട് നടന്നിടം ഭൂമി, എങ്കിലും നമ്മൾ കുലങ്ങില്ല. ധർമ്മസമരസേന, നമ്മൾ ധർമ്മസമരസേന. വൈരികളെ ദ്രോഹികളെ നേരിടാൻ ഒന്നായി ചേർന്നു.
നമ്മുടെ ലഗേജ് ഒന്നും കാണുന്നില്ലല്ലോ. ആ ശരിയാണല്ലോ. എന്റെ ബ്രെഡും ബിസ്ക്കറ്റും ഒന്നും കാണുന്നില്ല ജനറൽ. ആ നമ്മൾ ഉറയും കിടന്നപ്പോൾ വല്ല കാട്ടുകള്ളന്മാർ വന്ന് കട്ടുകൊണ്ട് പോയതായി. കള്ളൻ എങ്ങോട്ടാ പോയതെന്ന് കിക്കി കണ്ടു കാണും. അതാണ് കമോൺ കമോൺ എന്ന് പറയുന്നത്. കമോൺ, എല്ലാരും കിക്കിയെ ഫോളോ ചെയ്യാം. കഴിക്കാനുണ്ടോ നോക്കിക്കോട്ടോ. എവിടെ കാണുന്നേ ജനറൽ, യെസ്. ഈ കള്ളമാറ്റുകാര് കള്ളച്ചാരായം കൊണ്ട് ആ കോട്ടയ്ക്ക് പോകാറുണ്ടെങ്കിൽ ഈ കഴുതകൾക്ക് അങ്ങോട്ടുള്ള വഴി അറിയാനിടയുണ്ട്. എങ്ങനെയും നമ്മുടെ സൈന്യത്തിന് കുതിരപ്പട വേണം. ഈ കഴുതകളെ കൈവശപ്പെടുത്തിയാൽ എന്താ? ഗുഡ്. ബേബിക്ക് ഒരുപാട് വിശക്കുന്നുണ്ട്. കരയുന്നത് കണ്ടില്ലേ? നിനക്ക് വിശക്കുന്നില്ലോടി? ആ, എനിക്കും വിശക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ചത്തു പോയിക്കോട്ടെ. ബേബിക്ക് ഒരു കഷണം ബ്രെഡ് കൊടുക്കങ്കിൽ. തിന്നോ?
നീയും തിന്ന്, നിന്റെ ബേബിക്കും കൊടുക്ക്. എച്ചില് നിന്റെ അപ്പൻ എന്റെ എച്ചിൽ തിന്നു തന്നെയാ വളരുന്നത്. ഇനി നിങ്ങളും എന്റെ എച്ചിൽ തിന്നു തന്നെയാണ് വളരേണ്ടത്. തിന്ന്. ബേബി, എച്ചിൽ നീ തന്നെ തിന്ന്, ഞങ്ങൾക്ക് വേണ്ട. ബേബി, തിന്നരുത്. ഇവിടെ വാ. ഒരു കമ്പി നല്ലതുപോലെ കാച്ചിക്കൊണ്ടുവന്ന് ഈ പന്നപ്പിള്ളേരുടെ കാല് പൊള്ളിച്ചു വിടും. അപ്പോഴേ ഈ തെണ്ടിപ്പരീക്ഷകൾക്ക് വിശക്കുള്ളൂ. ജീവിക്കാനും ഇടവരണ്ട, മരിക്കാനും ഇടവരണ്ട. ജെയിംസ്, ഒരുപാട് വിശക്കുന്നല്ലോടോ. എനിക്കുമുണ്ടോ. ജെയിംസ്, മിച്ചമുള്ള ബിസ്ക്കറ്റെല്ലാം പങ്കിട്ട് കൊടുക്ക്. ഓക്കെ ജനറൽ. എന്താണ് എന്താ പറയുന്നത്? എന്റെ വയറ് ഒരുപാട് വലുതാ ജനറൽ. ഒരു ബിസ്ക്കറ്റ് എനിക്ക് എന്തോ ആവാനാ. ജനറൽ, നാമെല്ലാം ഓരോ പങ്ക് ദാമുവിന് കൊടുത്താൽ? വേണ്ടേ വേണ്ട, എനിക്ക് ബിസ്ക്കറ്റ് വേണ്ട. ജനറൽ, എന്തോ ഗമ്മെന്ന് വാസന വരുന്നില്ലേ? എളുപ്പം. ഹായ് ഹായ്, അടുത്തടുത്ത് വരുന്നുണ്ടേടാ. ഹായ് ഹായ്. വന്ന് ഹായ് ഹായ്. നല്ല ചക്കപ്പഴാണ്. ബിസ്ക്കറ്റും തീർന്നു, കിട്ടിയ ചക്കയും പോയി. ഇന്ദിര, ആരും ഓടിക്കോ.
ഭഗവാൻ ഈശ്വര നീ രക്ഷിച്ചു. എന്നെ രക്ഷിച്ചു. രക്ഷിക്കണേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഫ്രണ്ട്സ്, ഈ ആറ് നീന്തിയോ ചാടിയോ കടക്കാൻ സാധ്യമല്ല. നോ ജനറൽ, നാം മഞ്ജുനെയും ബേബിയും പിടിച്ചോണ്ട് വരണമെങ്കിൽ ഈ ആറ് കടന്നേ പറ്റൂ. കടക്കണമെങ്കിൽ ഇതിൽ പാലം കെട്ടിയേ പറ്റൂ. ശരിയാണ് ജെയിംസ്, എന്നാൽ ഇതിൽ പാലം കെട്ടുന്നത് ഇമ്പോസിബിൾ. ജനറൽ, നമുക്ക് ഈ തീരത്തൂടെ മേലെ നടന്നതല്ല, ഏറ്റവും ആഴം കുറഞ്ഞു കാണുന്നത് എവിടെയോ അവിടെ കെട്ടിക്കളയാം. ജെയിംസ്, വല്ല നടക്കുന്ന കാര്യം പറ. നോൺസെൻസ്. ദേശത്തിന് വേണ്ടി പ്രാണൻ ത്യജിച്ച ജനറലിന്റെ മകൻ നടക്കാത്ത കാര്യത്തിൽ ഇറങ്ങൂല. കറക്റ്റ് ജെയിംസ്, കമാൺ. ഞാനു രാമൻ നീയോ ലക്ഷ്മണൻ ഇവനോ ഹനുമാനായി. ഞാനു രാമൻ നീയോ ലക്ഷ്മണൻ ഇവനോ ഹനുമാനായി. സേതുവും താണ്ടി അക്കരെ ചെന്നാൽ രാവണന് തോൽവി. ആ രാവണന് തോൽവി, ആ രാക്ഷസന് തോൽവി. ഞാനോ രാമൻ നീയോ ലക്ഷ്മണൻ ഇവനോ ഹനുമാനായി. ഞാനോ രാമൻ നീയോ ലക്ഷ്മണൻ ഇവനോ ഹനുമാനായി. സേതുവും താണ്ടി അക്കരെ ചെന്നാൽ രാവണന് തോൽവി. ആ രാവണന് തോൽവി, ആ രാക്ഷസന് തോൽവി. മലകളെ വെട്ടി പൊടിപടമാക്കുവാൻ ശക്തിയും നമുക്കുണ്ട്. മലകളെ വെട്ടി പൊടിപടമാക്കുവാൻ ശക്തിയും നമുക്കുണ്ട്. സിംഹത്തിൻ വഴികളിൽ നമ്മൾ, സിംഹക്കുട്ടികൾ നമ്മൾ. ഞാനോ രാമൻ നീയോ ലക്ഷ്മണൻ ഇവനോ ഹനുമാനായി. സേതുവും താണ്ടി അക്കരെ ചെന്നാൽ രാവണന് തോൽവി. ആ രാവണന് തോൽവി, ആ രാക്ഷസന് തോൽവി. ലങ്കയരിച്ച ആ ഹനുമാനോ നമ്മളിലൊന്നല്ലേ. ഹരിയെ ധരയിൽ ഇറക്കിയ ധ്രുവനും ബാലകൻ തന്നല്ലേ. ലങ്കയരിച്ച ആ ഹനുമാനോ നമ്മളിലൊന്നല്ലേ. ഹരിയെ ധരയിൽ ഇറക്കിയ ധ്രുവനും ബാലകൻ തന്നല്ലേ. മനസ്സുകളൊന്നായി തീർന്നു, വേറെ എന്ത് വേണ്ടു. മനസ്സുകളൊന്നായി തീർന്നു, വേറെ എന്ത് വേണ്ടു. എന്റെ
രാമൻ നീയോ ലക്ഷ്മണനിവനോ ഹനുമാനായി സേതുവും താണ്ടി അക്കരെ ചെന്നാൽ രാവണനെ തോൽവി ആ രാവണനെ തോൽവി ആ രാക്ഷസനെ തോൽവി ആ രാവണനെ തോൽവി ആ രാക്ഷസനെ തോൽവി പതിയെ പോയാൽ മതി അടിച്ചു ഓടിക്ക് അടികൊട്ട് 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 Is it? They are brave, Mr. Rajan. സർക്കാരിന്റെ കണ്ണിൽ മണ്ണിട്ട് ഈ രീതിയിൽ കള്ളച്ചാരായം കാച്ചുന്നവരെ കണ്ടുപിടിച്ച് ധൈര്യത്തോടെ വഴക്കടിച്ച് അവരെ തല്ലി ഓടിച്ചെങ്കിൽ ഇറ്റ്സ് എ വണ്ടർ. ഇവർ സാധാരണപ്പെട്ട പിള്ളേരല്ല മിസ്റ്റർ രാജൻ. ഇൻസ്പെക്ടർ ക്വിക്ക്. Thank you.
വല്ലാതെ വിശപ്പും ദാഹമുണ്ട്. ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. പിടിച്ചേ. എന്തിനാ അത് നോക്ക്, താറാവ്. ഏയ്, കല്ലുണ്ടെറിഞ്ഞ കൈ കിട്ടൂല. അടുത്തുനിന്ന് പിടിക്കാം. ഗുഡ് ഐഡിയ. താറാവിന്റെ മാംസ ടേസ്റ്റും ബമ്പൻ. വിടലേ, പിടിച്ചോടെ. ഇല്ല. നോക്കൂ എന്തിനാ ഇത്? അവൻ തുടങ്ങി. ഒരു കഷ്ണം തിന്നാൻ കൂടി സമ്മതിക്കില്ല. എന്താടാ അത്? തുടങ്ങി പൊട്ട് വരലിനേക്കാ കിട്ടിയത്. ഏ തടിയാ, കുതിരയുടെ യോഗ മുതിര ഇന്നുന്നു. കഴുതയ്ക്ക് അത് കണ്ട അസൂയ. മൂടി വെച്ചാൽ അകത്തേക്ക് എങ്ങനെ നടത്തും? വയറ്റിലേക്ക്. ആ വഴി ഒന്നല്ലേ ഉള്ളൂ. ആ ജെയിംസ്, ദാമു, രണ്ടുപേരും ഒരേ ആർമിയിലുള്ളവരാണ്. ഇങ്ങനെ വഴക്കടിച്ചാൽ ആർമിയുടെ ഡിസിപ്ലിൻ എന്താണ്? ഈ പൊട്ട വഴുതൽ ഞാൻ എന്നെ കളിയാക്കുന്നതിന്. ഈ കാണാൻ കണ്ണിൽ കാണാറില്ല, എന്നെ കളിയാക്കുന്നോ? നോക്കിയോ ഇന്നെ. രണ്ടുപേരും അടങ്ങിയിരിക്കും. ആരും ആരെയും കളിയാക്കാൻ പാടില്ല, തമ്മിൽ വഴക്കുണ്ടാക്കാൻ പാടില്ല. ഓക്കെ? ഐ ആം സോറി ജനറൽ. ക്ഷമിക്കൂ ജനറൽ. ഐ ആം സോറി ഫ്രണ്ട്. ഇന്നു മുതൽ ഞാൻ നിന്നെ കളിയാക്കില്ല, നീ എന്നെ കളിയാക്കാൻ പാടില്ല. ഓക്കെ? ഇന്നു മുതൽ ഞാനും നീയും ഫ്രണ്ട്സ്. ഓക്കെ? നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ്.
വിക്രം, നീ എന്താ യാതൊന്നും തിന്നാത്തത്? എനിക്ക് രുചിയേ ഇല്ല നാൻസി. മഞ്ജുവും ബേബിയും വിശന്ന് ഈ നേരത്ത് കരയുന്നുണ്ടാവും. ആ വേദന എല്ലാവർക്കും ഉണ്ട്. എന്നാൽ അത് തന്നെ ഓർത്ത് വിഷമിച്ച് നമ്മൾ ആഹാരം വെടിഞ്ഞാൽ നാളെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുന്നതിനെ. വിക്രം, ഏതായാലും കോട്ടയ്ക്കടുത്ത് വന്നു കഴിഞ്ഞു. ഇനി എന്ത്? മഞ്ജുവിനെ ബേബിയും പെട്ടെന്ന് വീണ്ടെടുക്കാം. അത് കൊള്ളിച്ചെത്താനല്ല, യക്ഷ്യമല്ല, ആരോ പന്തം കത്തിച്ചോണ്ടിരുന്നാണ്. കൊള്ളിച്ചേത്താൻ തന്നെയാ. അമ്മ പറഞ്ഞിട്ടുണ്ട് അതിന്റെ വീട് കാട്ടിലാണെന്ന്. മിണ്ടാതെ, അത് ആരോ പന്തം കത്തിച്ചോണ്ട് വരുന്നതാ. കറക്റ്റ് ജെയിംസ്. അത് ആരാ എന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. കമോൺ, ഹറി അപ്പ്. ജനറൽ, അതെ നോക്കൂ, മരപ്പെട്ടികൾ. വിക്രം, കറക്റ്റ്. ആ പഴയ കോട്ടയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ ഗുപ്തയ്ക്ക് ഇതിനോട് ബന്ധമുണ്ടെന്ന് വരും. ആ കള്ള റാസ്കൽ ഗുപ്ത പിള്ളേരുകളെന്ന് മാത്രമല്ല, വലിയ സ്മഗ്ലർ ആണെന്ന് തോന്നുന്നു. കറക്റ്റ്. നാം ഇത് കണ്ടുപിടിക്കുക തന്നെ വേണം. ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്ക്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഓക്കെ? താങ്ക് യു.
ആരാ നീ? ഞാനോ? കുഞ്ഞിക്കുട്ടികൾ പറഞ്ഞയച്ച അംബാസിഡർ ശാന്തിദൂതൻ. ശാബാഷ്. നിന്റെ ധൈര്യം വളരെ മെച്ചം തന്നെ സൺ. ഐ ആം നോട്ട് യുവർ സൺ. യു സൺ ഓഫ് എ ബിച്ച്. യു ഡർട്ടി ബാസ്റ്റർഡ്. ഏയ് വെള്ളിത്തലയാ. ഞാനല്ലടോ ബാസ്റ്റർഡ്, നീയാണ്. ഇത്തരം 100,000 നായ്ക്കൾ വന്നാലും എന്റെ സിംഹക്കുട്ടികളെ തടയാനൊക്കൂല. യുദ്ധത്തിന് മുമ്പ് വെള്ള പതാകയും കാണിച്ച് സന്ധി സംസാരിക്കാൻ വന്നതാണ്. എടുത്തോ നിന്റെ വൻ തോക്ക്. ഗുഡ്, വെരി ഗുഡ്. നിന്റെ ഉപയോഗത്തിൽ എനിക്ക് ആവശ്യമില്ല. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഈ കോട്ടയിൽ നിന്ന് കട്ടുകടത്തിയിട്ടുള്ള വിജയങ്ങളും കടത്തിയ ആളുകളും നമ്മുടെ സൈന്യത്തിന്റെ കൈവശമുണ്ട്. എന്റെ ഞങ്ങൾ അർജുനൻ അറിയിക്കുകയാണ്, നീ ഇന്ന് തന്നെ മഞ്ജുവിനെയും ബേബിയും എന്റെ കൂടെ അയച്ചു തന്നുള്ളൂ എന്ന്. അയച്ചു തന്നില്ലെങ്കിൽ നിങ്ങളെല്ലാം പോലീസിൽ ഏൽപ്പിച്ച് എന്റെ കോട്ടയും തീർക്കുന്നുണ്ട്. ഇവർക്കൊരു വലിയ കൂട്ടമുണ്ട്. ഇവര് പിള്ളേരല്ല, പിശാചുക്കളാണ്. ഒരുവൻ എന്റെ വീട്ടുകാരൻ ബ്രൂസ്ലി തന്നെ. ഈ മുയൽക്കുട്ടികളെ അടിച്ചു കൊന്ന് സമാധി കെട്ടാഞ്ഞതെന്താ? പട്ടി, ഞങ്ങൾ മുയൽക്കുഞ്ഞുങ്ങളല്ല, കുഞ്ഞുകുട്ടികളാണ്. ഇന്ന് മര്യാദയ്ക്ക് പിള്ളേരെ എന്റെ കൂടെ അയക്കുന്നെങ്കിൽ നന്ന്, ഇല്ലെങ്കിൽ നമ്മുടെ സൈന്യം നിന്നെ ചമ്മന്തിയാക്കും. എന്നാൽ അഡ്വാൻസായി നിന്നെ ചമ്മന്തിയാക്കിയിട്ട് നീ പറഞ്ഞ നിന്റെ സിംഹക്കുട്ടികളെ ചമ്മന്തിയാക്കിയേക്കാം. പോയി അവനെ പിടിക്കേ. കരയാതെ ബേബി,
കരയാതെ മോളെ. മഞ്ജു, ജെയിംസ്, കരയണ്ട. നിങ്ങളെ വിളിച്ചോണ്ട് വരാൻ ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഗുഡ്. ഈ ശരീരം എടുത്തോട് വരെ. സമയം ഒരുപാടായി. അനങ്ങി പോകരുത്. ദാമു, ജെയിംസ് ഇതുവരെയും വന്നില്ലല്ലോ. മിസ്റ്റർ രാജൻ, ഇത് പിള്ളേര് കെട്ടിയത് തന്നെയാണെന്ന് തോന്നുന്നു. നോക്കൂ, ആശ്ചര്യമൊന്നും എന്ന് പറയട്ടെ ഇൻസ്പെക്ടർ. അവർ എത്ര ചുളപ്പെട്ടിത്. ഇതും വിക്രമന്റേതാണ്. എന്നാൽ തീർച്ചയായും പിള്ളേരുടെ ഐക്യത്തിന് 100 ആനയുടെ ബലമുണ്ട് സർ. ഇത് അവർ തന്നെ കെട്ടിയതാ. എന്നാൽ ഇനി അക്കരെ കിടക്കുന്നത് എങ്ങനെ? ഈ സ്ഥലത്ത് സാധിക്കില്ല. സ്വല്പം ദൂരത്ത് വീതി തീരെ കുറവാണ്. അവിടെ പോയി കിടക്കാം. ഇൻസ്പെക്ടർ, ഇനിയും അമാന്തിച്ചാൽ പിള്ളേരൊക്കെ തുലഞ്ഞെന്ന് വരും. നമുക്ക് എത്രയും വേഗം ആ കോട്ടയിൽ പോയേ പറ്റും. ജോണി, നീ വീട്ടിൽ പോയി ത്രിവേണിയോട് പറയൂ കുട്ടികളുടെ വിവരം കിട്ടി എത്രയും വേഗം തിരിച്ചു വരുമെന്ന്. ഇൻസ്പെക്ടർ.
ബോസ്, ഇവരുടെ കൂടെ ഒരു പെണ്ണൂട്ടുണ്ടായിരുന്നു. ഓഹോ, അതെ. അവളെന്തേ? അറിയില്ല ബോസ്, ഈ നാലെണ്ണത്തിനെ കിട്ടിയുള്ളൂ. Go and find out that girl. കന്നാലി കിളിയാ വന്ന് ഷോട്ടാ നശിപ്പിച്ചില്ല. എന്താ പറയാ, നല്ല ഡീസന്റാ വന്നാട്ടാ. ശരി, എവിടെയാ? ഏജന്റ് ദ്വാരകേഷ് അല്ലേ അങ്കിൾ? ഞാൻ പടത്തിൽ കാണുന്ന മഞ്ജുളല്ലേ ആന്റി? ദ്വാരകേഷ് അങ്കിൾ, മഞ്ജുള ആന്റി, ഗുപ്ത എന്നൊരു കള്ള റാസ്കൽ എന്റെ ഫ്രണ്ട്സിനെ എല്ലാം പിടിച്ച് കെട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. പ്ലീസ് ഹെൽപ്പ് us അങ്കിൾ, ഹെൽപ്പ് us ആന്റി, പ്ലീസ്. ഈ വിവരം പോലീസിനെ അറിയിച്ചില്ലേ കുട്ടി? ഈ വിവരം പോലീസുകാരോട് പറയാൻ പാടില്ല. പറഞ്ഞാൽ ആ കള്ള റാസ്കൽ നമ്മുടെ മഞ്ജുനെയും ബേബിയെയും അടിച്ചു കൊല്ലുന്നേ. മഞ്ജു ബേബി? ആ, എന്റെ ഫ്രണ്ട് വിക്രമിന്റെ സിസ്റ്റേഴ്സ് രണ്ടുപേരും വമ്പരാണല്ലോ. എല്ലാ പിക്ചറിലും കള്ളന്മാരെ കൊന്ന് നല്ലവർക്ക് ഹെൽപ്പ് ചെയ്യാറില്ലേ? ദ്വാരകേഷ് അങ്കിൾ, അങ്ങ് ഡാം ഡൂമെന്ന് കുത്തുന്നയാളല്ലേ? ഈ ഒരു കാര്യത്തിൽ രാജാക്കുള്ളനായി ആ ഗുപ്തയെ ഡിഷും ഡിഷും എന്ന് കുത്തി നമ്മുടെ ഫ്രണ്ട്സിന്
വിടേക്കോ അങ്കിൾ, പ്ലീസ് പ്ലീസ് വരണേ അങ്കിൾ, ഹെൽപ്പ് us ആന്റി, പ്ലീസ് ശരി. പ്ലീസ്. അവരെവിടെയാണുള്ളത്? പഴയ കോട്ടയിൽ.
പോയി അന്വേഷിക്കും. ബോസ്, ആരോ കുറെ പേർ കോട്ടയ്ക്കകത്ത് വന്നിരിക്കുന്നു. You fools! ഇവിടെ വന്നാൽ ഒരുത്തരും ജീവനോട് തിരിച്ചു പോകാൻ പാടില്ല. Go! ഗുപ്തയുടെ മുഷ്ടി മൃത്യുഭഞ്ജനം തന്നെയാണ്. ഇവിടുന്ന് പുറത്തു കടക്കുന്നത് അത്ര എളുപ്പമല്ല. നിന്റെ മൃത്യുവഞ്ചനം പൊളിച്ച് മണ്ണോട് മണ്ണാക്കാൻ എനിക്ക് ശക്തിയുണ്ടടാ. ആണാണെങ്കിൽ എന്നോട് കൈ നോക്കടാ ചപ്പാ.
മഞ്ജു ബേബി മക്കളെ ബേബി മഞ്ജു മോളെ മോളെ മഞ്ജു നമ്മുടെ ബേബി മഞ്ജു മോളെ ബേബി ചിൽഡ്രൻ ജെയിംസ് എവിടെ? Father, into your hands we commend our brother. We are confident that with all who have died in Christ, he will be raised to life on the last day and live with Christ forever. We thank you for all the blessings you gave him in this life to show your fatherly care for all of us and the fellowship which is ours with the saints in Jesus Christ. ജെയിംസ് ബ്രദർ, നിന്നെ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ബേബി, may God bless you. വാക്കിന് നീ എന്നെ കളിയാക്കിയിട്ടുണ്ട്. പൊയ്ക്കോടാമിണ്ടാതെ എന്ന് ഞാനും നിന്നെ ശകാരിച്ചിട്ടുണ്ട്. അവസാനം നിന്റെ ഈ പെട്ടി ഞാൻ തന്നെ മൂടി വെക്കേണ്ടി വന്നല്ലോ.